ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുറ്റിയുടെ കുറച്ച് വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാന്തിവിള ദിനേശൻ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറഞ്ഞാൽ പോരാ, മാസ് സാധനം കേട്ടാ. അത് കേട്ടാൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. ഈ റസൂൽ പൂക്കുട്ടിയും താരമായിരുന്ന ഫിറോസിന്റെ ഭാര്യയും ബിഗ് ബോസ് താരമായിരുന്നു. ഇവർ തമ്മിലുള്ള ചില അവിഹിത ബന്ധങ്ങളുടെ കഥകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫിറോസ് ഒരു വീഡിയോ ചെയ്യും, ഫിറോസിന്റെ ഭാര്യ മറ്റൊരു വീഡിയോ ചെയ്യും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കടന്നുകൊണ്ട് ഇവരുടെ കുൽസിത പ്രവർത്തികളാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട് സഹികെട്ടിട്ടാണ് നമ്മുടെ ശാന്തിവിള ദിനേശൻ ചേട്ടൻ ഒരു കിണ്ണം കാച്ചിയ മറുപടി നമ്മുടെ റസൂൽ പൂക്കുറ്റിയുടെ അണ്ണാക്കി കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടുവെക്കാം. ഒരു കുഗ്രാമത്തിൽ നിന്ന് നനച്ചിരിക്കാതെ ഒരുവൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ശബ്ദം പഠിക്കുന്നു. അങ്ങ് മുംബൈയിൽ ശ്രദ്ധേയനാകും. അതിലൂടെ ചെളിപുരണ്ട ലോകത്ത് നിന്ന് ശബ്ദത്തിലൂടെ ഓസ്കാർ നേടുന്നു. ശുക്രിയ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പേരാണെങ്കിൽ റസൂൽ, പ്രവർത്തികൾ ശൈത്താന്റേതും എന്ന് പറയേണ്ടി വരുന്ന സാക്ഷാൽ റസൂൽ പൂക്കുറ്റി. 24 മണിക്കൂർ 48 മണിക്കൂർ ആക്കി കൊടുത്താൽ അതുപോലും തികയാത്ത അത്ര തിരക്കുള്ള ഈ ഓസ്കർ വിന്നർ നേരത്തെ പറഞ്ഞ മാതൃക ദമ്പതിമാരിലെ പെണ്ണിന് ഒരു ഗർഭം നൽകി പുലിവാലാകാൻ എങ്ങനെ സമയം കണ്ടെത്തി എന്ന് ആലോചിച്ചതുകൊണ്ട് ആ വികാരത്തള്ളിച്ചേര് പറ്റിപ്പോയി അവസരം. പൂക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്, പൂക്കുറ്റി എന്ന് വിളിക്കണം. തലയിൽ കണ്ണട സദാ വെച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെ പോലെ സദാ സംസാരിക്കുന്ന പൂക്കുട്ടി. ഞാൻ തുറന്നു പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. ആ മനുഷ്യൻ താണു വീണ് കേഴുന്നത് മാത്രമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഈ ഗർഭം നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ തലയിൽ വച്ച് കെട്ടാം എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെ പോലെയാണ് എന്ന് എനിക്ക് തോന്നി. എന്ത് നല്ല മന്ദബുദ്ധി. അഞ്ചലിനടുത്ത് വിളക്കുപാറയിലാണല്ലോ ഇദ്ദേഹം ജനിച്ചത്. അവിടുത്തെ ഒരു പള്ളിക്കൂടത്തിൽ നിന്നും പോകാത്ത ഒരുത്തം പോലും ഇങ്ങനത്തെ ഈ ബോർ വർത്താനം പറയില്ല. അതായത് ഒരു പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് അവിടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവന്റെ തലയിൽ വെച്ച് കൊടുക്കുക. മനസ്സിലായോ? നമ്മുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ജനിച്ചതേ ഇംഗ്ലീഷിൽ സായിപ്പിന്റെ നാട്ടിലാണെന്ന് തോന്നും. പക്ഷേ ഈ പെണ്ണ് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളോട് താണു വീണ് കേണ അപേക്ഷിക്കുന്ന എല്ലാം ശുദ്ധ മലയാളത്തിൽ. ഷാഹിദയ്ക്ക്, അതായത് ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. അവളെ വിഷമിപ്പിക്കരുത്, ഞാനിപ്പോഴും കണ്ടവന്റെ ഭാര്യയായി നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ കെഞ്ചുന്നത് തനി കൊല്ലം ഭാഷയിലാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അല്ലെങ്കിലും എന്താ പറയാ, തറ ലെവലില് കെഞ്ചാനൊക്കെ മലയാള ഭാഷയാണ് നല്ലത്. അത് ഇംഗ്ലീഷ് ആയാൽ കടികട്ടിയായി പോകും, ഏക്കൂല. ഇങ്ങനെയുള്ള ഗർഭം കലക്കൽ അടക്കമുള്ള പരിപാടികൾ, അല്ലെങ്കിൽ എന്റെ ഗർഭം നീ വേറൊരുത്തന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് മലയാള ഭാഷ തന്നെയാണ് നല്ലത്. സൗണ്ട് ഡിസൈനർ ആയതിനാൽ ഇത് നന്നായി പൂക്കുറ്റിക്ക് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. പൂക്കുട്ടിയെ ഈ ഇപ്പം ഗർഭിണിയാക്കിയ ആ പെണ്ണ് വിളിക്കുകയാണ്. ആദ്യത്തത് അബോട്ടായി, രണ്ടാമത്തത് ക്ലച്ച് പിടിച്ചു. അപ്പൊ അതിന് ആ പെണ്ണ് പറയാണ്, എടാ പൂക്കുട്ടി ഒരു 10 കോടി താ, കണ്ടവന്റെ ഭാര്യ ശുദ്ധവും വ്യക്തവുമായ മലയാളത്തിലാണ് പൂക്കുട്ടിയോട് അവൾ വില പേശും. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാർ വരും. ഒരു ദിവസം ഞാൻ മുമ്പൊരു ശബ്ദമിട്ട് ജീവിക്കുന്ന ജന്തുവിനോട് പറഞ്ഞതുപോലെ, സ്നേഹിച്ചിരുന്നപ്പോ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഉമ്മെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അയാളെ എടാ പോടാ പട്ടിന്ന് വിളിക്കാൻ പാടില്ല. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പരിപാലന്റെ 5 അയലോത്ര പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 കോടി രൂപയാണ് ഇരിക്കുന്നത് ഒരു അവിഹിത ഗർഭത്തിൽ. ഇതിനൊക്കെ വിശദീകരണം തരുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഫിറോസ് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടി മിക്സ് ചെയ്താണ് സംസാരം. മൂവരും അവരവരുടെ റോളുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാതെ തരമില്ല. ഇടിവെട്ടിവരെ പിന്നെയും പാമ്പ് കടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഫിറോസിന്റെ റോള് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ അഭിഹിത ഗർഭം കൊണ്ടു നടക്കുന്ന പെണ്ണിൻ്റെതായ റോളിൽ കരച്ചിൽ, പിഴിച്ചിരി, ചീത്തവിളി എല്ലാം ചേർത്ത്, പിന്നെ ഈ യക്ഷികൾ വടയക്ഷിയൊക്കെ ചിരിക്കും പോലുള്ള പേടിപ്പെടുത്തുന്ന ചിരി. അയ്യോ, യൂട്യൂബിലൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്ക് പേടിയാവും അവളുടെ ചിരി. ഈ വന്യമായ ചിരി എന്നൊക്കെ പറയില്ല, അങ്ങനെ ചിരിക്കുന്ന ചിരി. ഈ പത്മശ്രീക്കൊക്കെ ഇങ്ങനെയാണ് വിലയില്ലാതെ പോകണം. കാരണം ഇങ്ങനെ വ്യഭിചരിച്ചൊക്കെ നടക്കുന്നവന് കൊടുക്കാമോ എന്ന് കേന്ദ്ര ഗവൺമെന്റ് 100 വട്ടം ആലോചിക്കണം. അല്ലെങ്കിൽ പത്മശ്രീ കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ എഴുതി വാങ്ങണം, മാന്യമായിട്ട് മരിക്കുന്നവരെ ഇനി ജീവിക്കാം. 100% ഞാൻ യോജിക്കുന്നു. ഇത് പത്മശ്രീ മാറ്റി വെച്ചിട്ടാണ് കള്ളവെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? പറഞ്ഞിട്ട് എന്ത് കാര്യം? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ഇരുചെവി അറിയാതെ കണ്ടവന്റെ ഭാര്യ അല്ലാത്ത നല്ല പെമ്പിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരം ചെയ്യോ, ഒരുത്തൻ്റെ എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. അവളുടെ അമ്മയാണെങ്കിൽ മോളെ അമ്മയും മോളും കൂടെ ചേർന്ന് ഇവനെ ശരിക്കും ട്രാപ്പിലാക്കി. 10 കോടി രൂപ തന്നിട്ട് പോടാൻ മറ്റവനെന്നാണ്
തള്ളയും പറയുന്നതും എനിക്കറിഞ്ഞൂടാ. തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധി ഉറക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. ജീവിതത്തിൽ ഞാൻ വീഴാറില്ല, ഇനി വീഴ എന്താ മറുപടി അല്ലേ? ഇതിലും നല്ലൊരു മറുപടി ഇനി ആർക്കും കൊടുക്കാൻ സാധിക്കത്തില്ല മറ്റേൾക്കും. കാരണം ഇവർ മൂന്നും ഫ്രോഡാണ്. മറ്റവൻ തരികിടയാണ്. പിന്നെ ഭാര്യ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ഒത്തുകളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. റസൂൽ പൂക്കൂറ്റി ഈ കാണിച്ച തോന്നിയാസത്തിന് ലെവൽ 10 കോടി രൂപയാണ് ചോദിച്ചത്. അതിനുശേഷം ലെവല് റസൂൽ പൂക്കൂറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ ലവൻ റസൂൽ പൂക്കൂറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന് ലാസ്റ്റ് ഇവർ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് വലിച്ച് കീറുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഓരോ ദിവസവും ഓരോ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അമ്മാതിരി കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കരയുന്നത്. കരഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു റീലായിരിക്കും വരുന്നത്. മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലുള്ള ചില കുറേ വാണങ്ങൾ. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ അമ്മ സംഘടനയിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടിമാർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പണമുണ്ടാക്കി തിരിച്ചു വരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുള്ളി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മനുഷ്യനാണ്. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.